സ്വകാര്യ മെഡിക്കൽ കോളേജിന് അനുമതി വാഗ്ദാനം ചെയ്ത് ബി.ജെ.പി. നേതാവ് എം.ടി. രമേശ് 9 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്ന ആരോപണവുമായി മുൻ ബി.ജെ.പി. നേതാവ്. മെഡിക്കൽ കോഴ കേസിൽ പുനരന്വേഷണം നടത്തിയാൽ ബി.ജെ.പി. നേതാക്കൾക്കെതിരെ തെളിവു കൈമാറാൻ തയ്യാറാണെന്നും പാർട്ടിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി എ.കെ. നസീർ പറഞ്ഞു. എന്നാൽ ഇടത് സർക്കാരിന്റെ പോലീസ് അന്വേഷിച്ച് തള്ളിക്കളഞ്ഞ കേസിൽ ഇപ്പോൾ വീണ്ടും ആരോപണം ഉന്നയിക്കുന്നത് ദുരുദ്ദേശപരമാണെന്ന് എം.ടി. രമേശ് പ്രതികരിച്ചു. കുമ്മനം രാജശേഖരൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന കാലത്ത് സംസ്ഥാന ബി.ജെ.പിയെ പിടിച്ചുലച്ച മെഡിക്കൽ കോഴ വിവാദം അന്വേഷിച്ച 2-അംഗ സമിതിയിലെ അംഗമായിരുന്നു പാർട്ടി മുൻ സംസ്ഥാന സെക്രട്ടറി എ.കെ. നസീർ. പാർട്ടിയോട് പിണങ്ങി നസീർ CPM-ൽ ചേർന്നത് സമീപകാലത്താണ്. എന്നാൽ മെഡിക്കൽ കോഴയുമായി ബന്ധപ്പെട്ട് പുതിയ വെളിപ്പെടുത്തലുകളുമായാണ് നസീർ ഇപ്പോൾ രംഗത്ത് വരുന്നത്. പാലക്കാട് ചെർപ്പുളശ്ശേരിയിലുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജിൽ നിന്ന് പാർട്ടി നേതാവ് എം.ടി. രമേശ് കോഴ വാങ്ങിയെന്നാണ് നസീറിന്റെ ആരോപണം. കോഴക്കാര്യം മുൻ സംസ്ഥാന പ്രസിഡന്റ് P.S. ശ്രീധരൻപിള്ളയടക്കം നേരിട്ട് മനസ്സിലാക്കിയിട്ടും നടപടിയുണ്ടായില്ല. തിരുവനന്തപുരത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ നിന്ന് സംസ്ഥാന സമിതി അംഗമായിരുന്ന R.S. വിനോദ് കോഴ വാങ്ങിയ സംഭവത്തിന്റെ അന്വേഷണത്തിലാണ് എം.ടി. രമേശ് കോഴ വാങ്ങിയതിനെക്കുറിച്ചുള്ള ആദ്യ സൂചനകൾ കിട്ടിയത്. പക്ഷേ കോഴ വാങ്ങിയവർക്കെതിരെയല്ല, അത് അന്വേഷിച്ചു കണ്ടെത്തിയവർക്കെതിരെയാണ് പാർട്ടി പിന്നീട് നീങ്ങിയതെന്നും നസീർ ആരോപിക്കുന്നു. കേസിൽ ഇനിയും അന്വേഷണമുണ്ടായാൽ കോഴയുടെ തെളിവുകളടക്കം കൈമാറുമെന്നും നസീർ അവകാശപ്പെട്ടു. എന്നാൽ മുൻപ് വിജിലൻസ് അന്വേഷിച്ചപ്പോൾ എന്തുകൊണ്ട് ഈ ആരോപണം ഉന്നയിക്കാൻ നസീർ തയ്യാറായില്ലെന്നതാണ് എം.ടി. രമേശിന്റെ മറുചോദ്യം. ഇപ്പോൾ നസീർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ രമേശ് ദുരുദ്ദേശം സംശയിക്കുന്നുമുണ്ട്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് എം.ടി. രമേശിന്റെ പേര് വീണ്ടും ഉയർന്നു വരുന്നതിനിടെയാണ് മുൻ ബി.ജെ.പി. നേതാവിന്റെ തുറന്നു പറച്ചിലെന്നതും ശ്രദ്ധേയമാണ്.